Silence. Sound rolling. Action.
പൈസ ഇറക്കിയിട്ടുണ്ട്. ഇതൊരു എത്ര 80-90 രൂപയോളം ഇറങ്ങിയിട്ടുണ്ട്. 90 ലക്ഷം. അത് ഈ പല ഫിറ്റിങ്സുകളില്ലേ, ലൈറ്റുകൾ, അതെല്ലാം പുള്ളി പുറത്തുനിന്ന് കൊണ്ടുവന്നേക്കുന്ന. അത് ഉൾപ്പെടെ 90. എനിക്കറിയത്തില്ല, 90 രൂപ, 1 രൂപ അടുത്തായെന്ന് പറഞ്ഞു. 80-90 രൂപ അങ്ങനെ അത്ര ആയിട്ടുണ്ട്. നിനക്കെങ്ങനെ ഈ കക്ഷി പരിചയം? എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ് ഈ പുള്ളി. അങ്ങനെ ഒരു ദിവസം കണ്ട് കൂടി. പിന്നെ ഇപ്പൊ അവനേക്കാളും കമ്പനി ഇപ്പൊ ഞാനുമായിട്ടാ. ഞാൻ ഇടയ്ക്ക് എന്റെ കമ്പനിക്കാരായിട്ട് കൂടാറുണ്ട്. പുള്ളി വരുമ്പോ ഇടയ്ക്ക് വിളിക്കും. പുള്ളി ഇടയ്ക്ക് പുള്ളിയുടെ സുഹൃത്തുക്കളായിട്ട് കൂടാറുണ്ട്. ഇപ്പൊ ഞാൻ ഈ നമ്മുടെ പരിപാടി എഴുതാൻ ഞാൻ കുറേ ദിവസം കൂടെ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക മനുഷ്യനാണ്. ഇപ്പൊ യൂറോപ്പിലോ UAE എങ്ങാണ്ടാണ്. ഇങ്ങനെ ഒരു കറങ്ങി നടപ്പ് ബിസിനസ് പരിപാടികള്. അപ്പൊ ഈ കൂടലിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണോ? കൂടല് പിന്നെ പുള്ളി ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു കുറച്ച് വർഷം മുന്നേ. അതിന് വേണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു പ്രേമസൗധമാണ്. ചിന്ന വീടാണ്. ചിന്ന വീട്, വലിയ ചിന്ന വീട്. ഈ പുള്ളി ഒരു കൊള്ളാന്നൊരു കുടുംബത്തിലെ ഒരു പെണ്ണുമായിട്ട് ചെറിയ ഇടപാടൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവര് ഇവിടെ ഉണ്ടായിരുന്നു കുറെ നാള്. ഫാമിലി ഉണ്ട്, ഫാമിലി ഉണ്ട്, നാട്ടിലുണ്ട്. അത് ഇതിന്റെ ഒരു 4 ഇരട്ടിയുള്ള വേറൊരു വീട്. അത് വലിയ സെക്യൂരിറ്റിയും ഗേറ്റും മറ്റേ ഓട്ടോമാറ്റിക് പരിപാടിയൊക്കെ ആയിട്ട് വേറൊരു പരിപാടി. എക്സ്ക്ലൂസീവ് താജ്മഹൽ. അപ്പൊ പുള്ളിക്കാരത്തി പോയി കഴിഞ്ഞ് പുള്ളി ഇത് ഇവിടെ ഒരുപാട് ബിസിനസ് സാധ്യതയുണ്ടല്ലോ. ഫോറിനേഴ്സും അടിച്ചു പിരിഞ്ഞു പോയെന്ന് പറഞ്ഞു. ഒരു ദിവസം വെള്ളം അടിച്ചപ്പോഴാണ് പറഞ്ഞു. പിന്നെ നമ്മള് പിന്നെ അതിന്റെ അകത്ത് എങ്ങനെയാ പോയത്, അടിച്ചോ പിരിഞ്ഞോ ഞാൻ ചോദിച്ചില്ല. ഇപ്പൊ ഇല്ല ഏതായാലും അതെന്നാ പറഞ്ഞത്. എനിക്കൊന്ന് അവര് വേറെ കല്യാണം കഴിക്കുകയോ പോവോ അങ്ങനെ ചെയ്തു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് വേറെ വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടികളൊന്നുമില്ല. പുള്ളി ഇടയ്ക്ക് വരും, താമസിക്കും. ആവശ്യമില്ലാത്ത സമ്പന്നനല്ലേ. സമ്പന്നാണ്. കള്ളുകൂടിയ പരിപാടി അത്യാവശ്യം എന്ത് നടന്നൂടെ അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നത്. ചുറ്റുപാടുന്നൊക്കെ മാറി വലിയ തൊടിയും ഒക്കെ ആയിട്ടെ. പിന്നെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ഇരുന്ന് നല്ല കാറ്റ. അടിക്കാനും പറ്റിയ സ്ഥലം. അടിക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ അതിന് പുള്ളി കുറെ പൈസ വാരി എറിഞ്ഞെന്നുള്ളതല്ല, ഇതിനൊന്നും ഒരു കലാപരമായിട്ടുള്ള ആ കാര്യത്തില് അത് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇത്രയും പൈസ ഇതിന്റെ 4 പൈസ ഇതിന്റെ മനോഹരമായിട്ട് ചെയ്യാൻ. അത് പുള്ളി പറഞ്ഞ മനസ്സിലാകട്ടോ. എനിക്കൊന്നും അറിയില്ല. ഈ കാശുകാരന്മാരുടെ വീടൊക്കെ 10 പൈസ ഇതൊക്കെ പാനലാണ് ബൈജു. ഇതൊക്കെ പൊള്ളയാ. അല്ല വഴി എന്നാന്നറിയോ, മോശം എന്നല്ല നമ്മൾ പറഞ്ഞത്. ഇതിലും നന്നായിട്ട് ചെയ്യാം, ഇതിലും കലാപരമായിട്ട് ചെയ്യാം. ഇത് പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിന് താഴെ പിന്നെ തടി കട്ടിക്കടിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പാനൽ ചെയ്താൽ മതി, ഡിസൈൻ ചെയ്യില്ല. പാനൽ ചെയ്താൽ ഞാൻ പറഞ്ഞത് അതിനൊരു കലാപരമായി ചെയ്തില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് മോശം എന്നല്ല. ഇത്രയും പൈസ മുടക്കുമ്പോൾ ഇതിലും നന്നായിട്ട് അത് പുള്ളി സമ്മതിച്ചു. നിന്നെ നേരത്തെ എന്നോട് പറഞ്ഞു, നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പണിയുമ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ ചെയ്യാറ്. അപ്പൊ അന്ന് ഞങ്ങൾ തമ്മിൽ ഈ അടുപ്പില്ല. പക്ഷെ ഈ ആകെ മൊത്തമുള്ള ഈ എടുപ്പ് ഇതിനുള്ളോട്ട്, അല്ലാതെ ഇതിനൊരു ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഒരു കോൺക്രീറ്റ് ഒരു സൗധം എന്നൊക്കെ പറയാം, അല്ലാതെ ഒരു സൗന്ദര്യാത്മകതയൊന്നുമില്ല. സൗന്ദര്യാത്മകത എന്നല്ല, കാണാനൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇത് വെട്ടുകല്ലിൽ തീർത്തിരിക്കുന്ന ഒറ്റ നോട്ടത്തില് വ്യത്യാസം. അല്ല ഞാൻ പറഞ്ഞു, വെട്ടുകല്ലില് ചേർത്തിരിക്കുന്ന വേറെ വീട് നമ്മള് കാണിച്ചു തരാം. അത് കണ്ടോണ്ട് ഇത് കണ്ടോക്ക. ഇത് ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ഥലമുണ്ട്, മുറിയുണ്ട് എന്നുള്ളതല്ലാതെ വീടിന്റെ മാത്രമല്ല ഇതിന്റെ ചുറ്റുപാട് അവര് തെരഞ്ഞെടുക്കുന്ന ചുറ്റുപാട്. കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാല് കുറെ പ്രശ്നമുണ്ട്. കടല് അതെ, ഇത് ഈ കടലിന്റെ സൈഡിലായതുകൊണ്ട് തന്നെ ഇതിന്റെ കൺസ്ട്രക്ഷന്റെ സമയത്ത് കുറച്ച് പ്രശ്നം. പകുതിയാകുന്ന സമയത്ത് സ്റ്റേ വന്നു. ഇവിടെ പണിയാൻ പാടില്ല അങ്ങനെ ഉണ്ട്. അപ്പൊ ഈ അയലോക്കംകാര് അമ്മമാർക്ക് ചൊറിച്ചിലാണല്ലോ ഒരുത്തന്നെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ. ഏതൊരു പഞ്ചായത്ത് മെമ്പറും എല്ലാം കൂടെ കൂടി ഒന്ന് മാന്തി നോക്കിയായിരുന്നു. പുള്ളി പിന്നെ പൈസയും ഉണ്ട്, സ്വാധീനമുണ്ട്. അതെന്താ പറയാ, ഒരു ശല്യമില്ല. ശല്യമില്ലെന്ന് പറഞ്ഞാല് ഇവിടെ വന്ന് ഇപ്പൊ എഴുതാനിരുന്നു, നമ്മളായിട്ട് ആരെങ്കിലും പുറത്തോട്ടിറങ്ങി കണ്ടാലേ ഉള്ളൂ. ഇങ്ങോട്ട് ഒരുത്തരും വന്ന് ഒരു ശല്യമില്ല. ഇപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഒച്ചയപ്പോളം ഉണ്ടോ, കടലിലെ സൗണ്ട് ചെറുതായിട്ട് കേൾക്കാം. അതൊരു രസമാണ്. നമ്മള് വന്ന കാര്യത്തിൽ അതെ ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു. അത് നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ചുംബന സമരം അത് അങ്ങനെ തന്നെ അന്നത്തെ ദിവസം നടക്കുന്ന പരിപാടി. അതിൻ്റെ അകത്ത്
ഞാൻ അന്ന് ചേട്ടൻ്റെ ക്യാരക്ടർ വന്നില്ലേ, പുള്ളിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ചുംബന സമരം നടക്കുന്ന ദിവസം നടക്കുന്ന ഒരു കഥ, ഒറ്റ ദിവസത്തെ ഒരു പരിപാടി, അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പം അത് തുടങ്ങുന്ന ദിവസം, അതേ ദിവസം രാവിലെ ചേട്ടൻ്റെ ക്യാരക്ടർ, ചേട്ടൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഒരു 20-21 വയസ്സുള്ള ഒരു കുട്ടി, ചേട്ടൻ്റെ സ്റ്റുഡൻ്റാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു മോർണിംഗ് ഒരു കടലിലെ നിങ്ങളുടെ ഒരു സ്വകാര്യ നിമിഷങ്ങളിൽ നടന്നു തുടങ്ങുന്ന ഒരു ബീച്ച്. അപ്പം നിങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കൈ കോർത്ത് പിടിക്കലുകൾ, കടൽ വന്ന് നിങ്ങളുടെ കാലടികളിൽ സ്പർശിക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് റൊമാൻറ്റിക്, ഞാൻ എൻ്റെ ഡീറ്റെയിലോട്ട് പോകുന്നില്ല. അങ്ങനെ തുടങ്ങുന്ന സിനിമ ആ ഒരു നിങ്ങളുടെ സ്വകാര്യതയിൽ ഒരു മൊമെൻറ്റിൽ നിങ്ങളൊരു ചുംബനത്തിലേക്ക് പോകുന്നുണ്ട്, ചേട്ടനും ആ പെൺകുട്ടി. ആ ചുംബനത്തിൻ്റെ അതൊരു ആസ്വദിക്കുന്ന ചുംബനം, അതൊരു ലിപ് ലോക്കിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവരുടെ സ്വകാര്യ നിമിഷത്തിൽ അവരത് ഏറ്റവും എൻജോയ് ചെയ്യുന്നൊരു മൊമെൻറ്റിലാണ് ഇതൊരു അവിടെയുള്ള ഈ മുക്കുവന്മാരിലെ ഏതൊരു ചെറുക്കൻ ഇത് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇത് പിന്നെ ഒരു ഇഷ്യൂ ആവുകയാണ്, ഒരു തരം വിലപേശൽ. എൻ്റെ കൂടെ കുറച്ച് അവിടെ ഉള്ളമാരൊക്കെ കൂടി അപ്പോൾ ഈ ഒരു പ്രൊഫസറാണെന്നൊക്കെ അറിഞ്ഞപ്പോഴേക്കുള്ള ഒരു തരം മാന്തലുണ്ടല്ലോ, അത് നടക്കുന്നു. പെൺകുട്ടി കുറച്ച് നെർവസായി പോകുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ചേട്ടൻ്റെ വീട്ടിൽ, അതായത് ചേട്ടൻ്റെ മകള് ഈ ചുംബന സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവള് പോകുന്നത് അവളുടെ ലെസ്ബിയൻ സുഹൃത്തുമായിട്ടുള്ള, അവളൊരു ലെസ്ബിയനാണ്, അവളുടെ ലെസ്ബിയൻ സുഹൃത്തുമായിട്ടുള്ള ചുംബന സമരത്തിലാണ്. ലെസ്ബിയനൊക്കെ ഇപ്പൊ എന്താ പറയുക, കോമൺ വാക്കല്ലേ ചോദിച്ചു, അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നേ ഉള്ളൂ, അതിന്റെ വലിയ ഡീറ്റെയിലോട്ടൊന്നും പോകുന്നില്ല, ബാക്കി കേട്ടു. അപ്പൊ ഇവളിതിന് പോകുന്നു. ഇത് അമ്മയ്ക്ക് ഇത് താങ്ങാൻ പറ്റുന്നില്ല, രണ്ടതായിരിക്കും പുള്ളിക്കാരത്തി. കാരണം ഇത് ഒരു സാധാരണ ചുംബനം വരെ നമുക്ക് പ്രശ്നമുള്ള ഒരു ഇതാണ്. അതേ സമയത്ത് ലെസ്ബിയൻ ഒരു റിലേഷൻഷിപ്പിലെ മകൾ പോകുന്നു അറിയുമ്പോൾ ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലും സമൂഹത്തിലും ജോലി സ്ഥലത്തൊക്കെയുള്ള അവർ നേരിടുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയിലുള്ള ഒരു അമ്മ എന്നൊക്കെ നിലയിൽ നേരിടുന്ന ഒരു വെല്ലുവിളി, ഭയം, ആശങ്കയായിട്ട് ഇവരുടെ ഒരു വീട്ടിൽ നിന്നൊരു ഇറങ്ങിപ്പോക്കലുണ്ട് ഈ സ്വന്തം മകളെ അന്വേഷിച്ച്. ആ പോക്കൽ അവരുടെ ഒരു ആന്തരിക സംഘർഷത്തിലേക്ക് പോകുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ വേറെ പറയാം, എൻ്റെ വേറെ കുറച്ച് പരിപാടി ഉണ്ട് അതിൻ്റെ അകത്ത്, അവരുടെ ക്യാരക്ടർ ഡിസൈനൊക്കെ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഈ ചുംബന സമരം നടന്ന ഇത്രയും ഈ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഈ അമ്മയുടെ അന്വേഷണം അവിടെ എത്തിക്കുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, അമ്മ അവിടെ ഒരു പോലീസ് ഓഫീസറെ കണ്ടുമുട്ടും. ഇവർ പണ്ട് പ്രണയിതാക്കളായിരുന്നു, അങ്ങനെ ബൈ ചെയ്യുന്ന കഥാപാത്രം. നമ്മളന്ന് പറഞ്ഞില്ലേ. അപ്പം ഇവരുടെ കണ്ടുമുട്ടൽ, ഈ സ്ത്രീയുടെ ആശങ്ക, പേടി, ഭയം, ഇയാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം എന്തോ ഒരു തരത്തിലുള്ള ഒരു ആശ്വാസമുണ്ട് ഇവർക്ക്. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ അവർ പഴയ അവരുടെ ഒരു ആത്മാർത്ഥ പ്രണയം, വിവാഹത്തിലേക്ക് എത്താത്ത ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു മൊമെൻറ്റിൽ അവർ രണ്ടുപേരും ഒരു ചുംബനത്തിലേക്ക് എത്തുകയാണ്. അപ്പം ഈ സ്റ്റേഷനിൽ ഉള്ള ഈ സമരത്തിൽ പങ്കെടുത്ത ബാക്കി എല്ലാ മനുഷ്യരും ഉണ്ട്, അവരെല്ലാം ചുറ്റും വന്നു കൈയടിക്കുന്നു, ഇത് കണ്ടു നിൽക്കുന്ന പോലീസുകാർ. അപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു റൊമാൻറ്റിക് അങ്ങനത്തെ ഒരു ചുംബനത്തിലാണ് നമ്മൾ ഈ പടം കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേക്കിങ് പരിപാടിയൊക്കെ ഞാൻ പിന്നെ പറയാം. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടായിരിക്കും സിനിമ തീരുന്നത്. അല്ല, പോലീസുകാരെ ചെയ്താൽ ശരിയാവും, പുള്ളി ചെയ്താൽ ശരിയാത്തില്ല, വേറെ ആരല്ല നോക്കല്ലേ. അതല്ല, ഞാൻ ചെയ്യും, ഞങ്ങൾ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, കറക്റ്റാണ്. ജിയോ, എനിക്ക് ഈ മൊത്തത്തിൽ ഈ സാധനം കേട്ടപ്പോൾ എനിക്കിത് എങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ ഒരു വിഷയം എങ്ങനെയാണ് ഒരു ആളുകളെത്തണ്ടേ, ആരെ കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയം എടുത്തിട്ട് പറയുന്നത്? അതെ, നമ്മൾ ഇതിൻ്റെ അകത്ത് മമ്മൂട്ടിനെ ദുൽഖറിനെ ഒന്നും ഇടാത്തത് നമ്മൾ അങ്ങനെയല്ല ഇതിൻ്റെ അകത്ത് ആളെ കൊണ്ടിരുന്നത്. നമ്മുടെ താരമല്ല, നമ്മളൊരു സബ്ജക്റ്റാണ്. ഈ ചുംബന സമരം, ചേട്ടൻ ചുംബന സമരം എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ വെറുതെ ഞാൻ ചോദിക്കാൻ, ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ചുംബന സമരം എന്ന മുകളിലൊരു ടൈറ്റിലും താഴെ വായിക്കാനൊരു സാധനം കണ്ട ചേട്ടൻ വായിക്കുമോ?
അല്ല ഞാൻ പറഞ്ഞത് അത് ഒരു ആർട്ടിക്കിൾ സാഹിത്യം വായിക്കുന്നതും ഈ പറഞ്ഞ മാതിരി ഒരു തിയേറ്ററിൽ നമ്മൾ കാശും മടക്കി എടുക്കുന്ന ഒരു സിനിമ ഈ ജിയോ പറഞ്ഞ കഥയില് അല്ലെങ്കിൽ അയാൾ കാണുന്ന ബിസിനസ്സിൽ പിന്നെ ഇതൊരു അർത്ഥമാണ്. അതായത് നമ്മൾ ഈ പഴയ കാലത്ത് കഥ പറഞ്ഞു പോകുമ്പോൾ അല്ല ഇപ്പൊ സിനിമ. നമ്മളിപ്പോൾ ഈ അടുത്ത് ഇറങ്ങുന്ന സിനിമകൾ നോക്കിയാൽ എന്തെങ്കിലും ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് സിനിമ. അല്ല ഇത് ചേട്ടന്റെ ആശങ്ക എനിക്ക് മനസ്സിലായി. അല്ല നമുക്ക് പറയാനൊരു കഥ ഒരു കഥയില്ല ഇതിനകത്ത്. എന്തോ ഈ പിള്ളേര് കാണിക്കുന്ന പോക്കൃത്തരം സിനിമയാണ്. അല്ല ചുമ്മന സമരം എന്ന് പറയുന്നത് ഇവിടെ ഈ നാട് മൊത്തം സംസാരിച്ച, എനിക്ക് തോന്നുന്നു വിദേശത്തൊക്കെ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മളൊരു പടത്തിൽ ഉൾപ്പെടുത്തിയാൽ കാണാൻ പിന്നെ ആൾക്കാർക്ക് അല്ല ഇതിന്റെ ചേട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് യൂത്ത് ഈ സിനിമ കാണാൻ വരും, യാതൊരു സംശയം. യൂത്ത് മാത്രം കയറിയാൽ മതി സിനിമ. യൂത്താണ് ഇപ്പൊ സിനിമ വിജയിപ്പിക്കുന്നത്. അതെന്നാ ചേട്ടാ തണ്ണീർമത്തൻ പടം കണ്ടേട്ടാ, അതിനകത്ത് ചേട്ടൻ പറഞ്ഞ പോലെ കഥയില്ല ഇതിന്. അത് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഇപ്പൊ അതിന്റെ കഥ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ കഥയുടെ അത്രയും പോലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഒന്നുമില്ല ഇതില്. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ സിനിമ മാറി. നമ്മൾ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ്, ഇതിന്റെ ഒരു മേക്കിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സൈഡുണ്ട്. അത് ഞാൻ വ്യക്തമാക്കി. കാരണം ഇതിന്റെ ഒരു എഴുത്തിന്റെ ഒരു ഫൈനലായിട്ടൊക്കെ വരുമ്പോഴായിരിക്കും അതിനെക്കുറിച്ച് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ല പിന്നെ അതിനകത്ത് പറഞ്ഞതിനകത്ത് വേറൊരു പോസിറ്റീവ് സൈഡുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു 3 പ്രണയം വന്നിട്ടുണ്ട് അല്ലേ? 3 പ്രണയം വന്നിട്ടുണ്ട്. ഒന്ന് ഈ പറഞ്ഞ അധ്യാപകനും വിദ്യാർത്ഥിനിയും തമ്മിലുള്ളത്. പിന്നെ ഒന്ന് ഈ ലെസ്ബിയനാണ് പ്രണയം. ഇതിലേ പ്രണയം എന്താണോ പോക്കത്തരമാണ്, സത്യമാണ്. എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. എനിക്ക് നമ്മൾ ലെസ്ബിയൻ എന്നൊക്കെ പറഞ്ഞ എനിക്ക് പേഴ്സണലായിട്ട് ഇതില്ല. പക്ഷെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചില സാധനം ചില ആളെ പിടിക്കാൻ വേണ്ടി, ഇപ്പൊ നമ്മൾ ഇച്ചിരി അരി ഇട്ട് കൊടുത്ത് കോഴിയെ പിടിക്കുന്ന പോലെ ഇതങ്ങ് ഇട്ട് കൊടുത്താൽ ആൾക്കാർ വരുന്നേ കാണാൻ, തിയേറ്ററിൽ വരും. ട്രെയിലറും ടീസറും ഒക്കെ ഒന്ന് ആലോചിക്കും. അല്ല അത് ശരി. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇപ്പം പ്രതിഭട്ടന്റെ ആശങ്ക എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ലെസ്ബിയൻ എന്ന് പറഞ്ഞ ഇവർ ചുംബനം മാത്രം ഒരിടത്തു നിന്ന് തുടങ്ങി അവസാനം വരെയും ചുംബനം മാത്രം വെച്ച് ഒരു പടം പ്ലാൻ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് പെൺമക്കളും അത് പ്രായത്തിൽ താഴെയുള്ള കുട്ടികളൊക്കെ ഉള്ള ആരും അങ്ങനെ പിന്നെ തിയേറ്ററിൽ ആ പടം കാണുമെന്ന് പറഞ്ഞ് എനിക്കിത് കേട്ടപ്പോ തോന്നി കമ്പി പടം. എനിക്ക് ഇല്ലല്ല അങ്ങനെയല്ല ചേട്ടാ. ഞാൻ കാര്യം പറയട്ടെ, ചേട്ടൻ ആ രീതി പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ഒന്ന് ഞാൻ അങ്ങനെ ഒരു പടം ചെയ്യുമെന്ന് ചേട്ടൻ ആലോചിച്ച് നോക്കുക. ഒരു കമ്പിപ്പടം ഞാൻ ചെയ്യും, എൻ്റെ ആദ്യത്തെ സിനിമ ഇല്ലാന്ന് ചേട്ടൻ അറിയാം. അവിടെ നമ്മളൊരു ആദ്യത്തെ പടം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ അഭിനയിക്കുന്നു, എങ്ങനെയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കപ്പെടണം പല രീതിയിൽ. ഒന്ന് ചേട്ടൻ ചോദിച്ചു തിയേറ്ററിൽ ആൾ വരുമോ? തിയേറ്ററിൽ ആൾ വരുത്താനുള്ളതാണ് ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. യൂത്ത് വരും, അതിന് ചേട്ടനൊരു സംശയമുണ്ട്. 2, ഈ സിനിമ ഒരു നമ്മളെ അടയാളപ്പെടുത്തണം. അതായത് നമ്മളൊരു സിനിമ ചെയ്തു പോയി എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അവാർഡുകൾ തന്നെയാണ്. ഇപ്പം നമുക്ക് സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തേന് കൊടുക്കാം, നമ്മുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്, ഇങ്ങനെ പോയാലും അതിനകത്തൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റും. അപ്പൊ വെറുതെ കുറച്ച് പൈസ ജിയോയുടെ ഒരു ഓവർ കോൺഫിഡൻസ്. എനിക്കതിനകത്ത് അത് അങ്ങനെയാ എനിക്ക് തോന്നുന്നു. ചേട്ടൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ അതല്ല അല്ല അതിനകത്ത് നമ്മൾ കാണേണ്ടത് കഥയില്ല, അത് കൃത്യം താരങ്ങളില്ല, നമ്മളൊക്കെ അല്ലേ അഭിനയിക്കുന്നത്. ചേട്ടാ ഇതെങ്ങനെയാ അതൊരു സത്യമാണ്. ഈ പുതുമകൾ മാത്രം എന്ന് ഞാൻ പറയട്ടെ, എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഞാൻ പറയട്ടെ, ഒരു നമ്മളൊരു കുറച്ച് മാറി സിനിമ ചെയ്യുമ്പോൾ ഉള്ള ഒരു ആശങ്ക മാത്രമേ ഉള്ളൂ. ചേട്ടൻ്റെ ആശങ്ക എനിക്ക് മനസ്സിൽ. ഞാൻ പറയട്ടെ, ഇപ്പം ഭരതനും പത്മരാജനും ആശങ്കപ്പെട്ടോ ഞാൻ പറഞ്ഞതല്ല, അതിന് ഉത്തരങ്ങളാണ് പറയുന്നത്. ഇപ്പം ഭരതനും പത്മരാജനും ഒക്കെ ആണെങ്കിൽ അവർ വഴിമാറി നടന്നവരാ. അവരുടെയൊക്കെ നിർമ്മാതാക്കൾ ഇതേപോലെ ആശങ്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സിനിമ വന്നപ്പം ആശങ്കകൾ മാറി. ഭരതനും പത്മരാജനും ഒക്കെ എന്ത് സിനിമയായിരിക്കും? നിങ്ങളൊക്കെ ഈ വാഴ്ത്തുന്നു, എന്താ പറയാ, പറഞ്ഞു വലുതാക്കുന്നു എന്നല്ലാതെ ഈ ഭരതനും പത്മരാജനും, ഞാൻ ഒരാളെ മാത്രമല്ല വാഴ്ത്തുന്നത്. ഭരതനും പത്മരാജ് അതിലും എത്രയോ മികച്ച ഡയറക്ടറാണ് ജോൺ. ജോണിന്റെ സിനിമകൾ എന്ന് പറയുന്നത് അതിനൊരു പരീക്ഷണ സ്വഭാവം. ജോൺ അബ്രഹാം അംഗീകരിക്കപ്പെട്ട ജോൺ അംഗീകരിക്കപ്പെട്ടതുകൊണ്ടാണല്ലോ ഞാൻ ജോണിന്റെ പേര് പറയുന്നത്. സിനിമയായിട്ട് ഒരുപാട് അറിഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ പോലെ തന്നെയാണ് പുള്ളിയുടെ സിനിമ. യാതൊരു ഡിസിപ്ലിനും ഇല്ലാത്ത
ഒരു ഒരു വ്യക്തതയില്ലാത്ത അച്ചടക്കമില്ലാത്ത സിനിമ. അത് വിട്. എന്റെ നിരീക്ഷണം കേട്ടോ. അതോടെ ഞാൻ അംഗീകരിക്കുന്നത് ഇത് കണ്ടന്റും ജോൺ അബ്രഹാം ഇതുപോലെ നിർമ്മാതാക്കള് പൈസ മുടക്കില്ലാത്തിട്ടാണ് ക്രൗഡ് ഫണ്ടിങ്ങിൽ സിനിമ ചെയ്തത്. അപ്പം ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് എന്നെ മനസ്സിലാക്കണം ചേട്ടൻ എന്നാ പറയുന്നത്. ജിയോ പുള്ളിയുടെ ആശയം എത്രയേ ഉള്ളൂ, പുതുമുഖങ്ങളെ വെച്ച് ചുമ്മനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ആള് വരുമോ എന്നുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും അത് പുള്ളി ഇതിന്റെ മാർക്കറ്റിങ്ങിന്റെ ആദ്യ പടിയാണ് നമ്മൾ ഈസി ആയിട്ട് ചാടി കിടക്കുന്നത്. 10-20 ലക്ഷം രൂപ കൊടുത്ത് അല്ല അതിനേക്കാൾ കൊടുത്ത് ഇത് ജനങ്ങളെ അറിയിക്കണം ഏതാങ്കിലും സിനിമ. അതാണ് നമ്മൾ പുഷ്പം പോലെ. ഇതിനെക്കുറിച്ച് എത്ര ന്യൂസ് ഡിസ്കഷൻ നടക്കും, എത്ര ഫേസ്ബുക്ക് പോസ്റ്റിൽ എത്ര പേര് ഡിസ്കസ് ചെയ്യും, എത്ര ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ. അത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഞാൻ മനഃപൂർവ്വം എൻ്റെ വേറെ സബ്ജക്റ്റ് ഇരിപ്പുണ്ട്, ഞാനത് 2ാമത്തെ 3ാമത്തെ ചെയ്തത്. ചേട്ടൻ ഈ പറഞ്ഞ പോലെ കുടുംബങ്ങളൊക്കെ തിയേറ്ററിലേക്ക് വരുന്ന അത് ശരി തന്നെ. പക്ഷേ പുതുമുഖങ്ങൾ മാത്രമാകുമ്പോൾ ഉള്ള ഒരു വിഷയമല്ലേ ഇല്ല. അത് ഇപ്പം നമ്മൾ പണ്ട് പേടിക്കുന്ന പോലെ എത്ര വിഷയം ഇപ്പോഴില്ല. ഇപ്പം OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ തിയേറ്റർ കഴിഞ്ഞ ഉടനെ ഇപ്പോൾ തിയേറ്ററിൽ പണ്ടത്തെ 50 ദിവസം 100 ദിവസം കളിക്കുന്ന പടങ്ങളൊന്നും ഇനിയില്ല. ഇപ്പം അതിൻ്റെ ഒരു ട്രെൻഡ് മാറി. അപ്പൊ നമുക്ക് സ്പേസ് ഉണ്ട്. ഞാൻ എന്തായാലും ഇതിന്റെ സബ്ജക്റ്റിലോ ഇതിനകത്തോ അല്ല, ഞാനിപ്പോ ജിയോനെ വിശ്വസിക്കുക എന്നുള്ളതാണ് എന്റെ വഴി. ഇതിനകത്ത് പെണ്ണുങ്ങൾ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ? പെണ്ണുങ്ങൾ നമ്മള് മറ്റേ ചേട്ടന്റെ പേരായിട്ടുള്ള കുട്ടി വരും. പിന്നെ ലെസ്ബിയൻ 2 പെൺപിള്ളേര്. ഞാൻ ആ ഒരു കുട്ടീനെ നമുക്ക് ഫോട്ടോസും ഒരുപാട് വരുന്നുണ്ട്. നമ്മളൊരു ഓഡീഷൻ ആയിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ പോലും നമ്മളുള്ള ഫ്രണ്ട് സർക്കിളിലൊക്കെ പറഞ്ഞിട്ടേ ആ ഒരു കുട്ടി ഓക്കെയാണ്. ബാക്കിയൊന്നും ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മറ്റേ പ്രതികട്ടന്റെ വൈഫായിട്ടൊരു കക്ഷി വരുന്നല്ലേ? അതൊരു 40-45 വയസ്സൊക്കെ ഉള്ള ഒരു കണ്ടാൽ ഇതാണ്. ഇത് അതേ പറയാം. ഇത് ആണ് കുട്ടി. ഇത് മേക്കപ്പ് ഇടാത്ത ഫോട്ടോയാ അല്ലേ? നീ വേറെ ഫോട്ടോ ആണ് ചെയ്തുണ്ടോ? ഇത് മോഡൽ ഫോട്ടോഗ്രാഫി, മറ്റേ മേക്കപ്പും ഇത് എല്ലാം പ്രൊഫഷണൽ. എനിക്ക് ഇഷ്ടം ഇതിനേക്കാൾ നല്ല മറ്റേ ഫോട്ടോ. മേക്കപ്പ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും അറിയാൻ പറ്റില്ല. മേക്കപ്പ് ഇടാതാണ് ലുക്ക്. നമ്മുടെ പടത്തിൽ അധികം മേക്കപ്പ് ഉണ്ടാവില്ല. പിന്നെ കണ്ണുകൾ കണ്ടില്ലേ? മുമ്പ് പെർഫോം ചെയ്തു. ഇവള് കുറച്ച് ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്രേസ് ഉള്ള കൊച്ച. അല്ല മറ്റേ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. കണ്ണ് അല്ലെ, കണ്ണിന്റെ അകത്തൊരു നമ്മള് കവിത കഥയുണ്ടെന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് കണ്ണുകളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സത്യം നല്ല കുട്ടിയാണ്. അത് ഇപ്പം എന്താ പറയാ 20-21 വയസ്സുള്ളെങ്കിലും വലിപ്പമുള്ള കുട്ടി. ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഞാൻ വേറെ സബ്ജക്റ്റിലും പരിഗണിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പത്തെ പിള്ളേരെ വല്ലതൊക്കെ നടക്കും. നടക്കും. അത് ശരി. മറ്റേ ക്യാരക്ടർ ഇനിയൊരു ക്യാരക്ടർ ഇല്ലേ? അത് മറ്റേ അതൊരു ഈ പറഞ്ഞ ഒരു ഭയങ്കര അട്രാക്ഷൻ ഉള്ള ഒരു ലേഡി വേണം. ഒരു 40-45 ഏജ്. ഞാൻ അന്ന് പറഞ്ഞില്ലേ നമ്മള് ടീച്ചർ അതിന് പരിഗണിക്കാം. നിങ്ങളുടെ കൂടെ ഉള്ള ഞാൻ പറഞ്ഞില്ലേ അത് ഒരു നല്ലൊരു ഫോട്ടോസ് ഒന്നും അയച്ചു തന്നില്ലല്ലോ. ഫോട്ടോസ് ഞാൻ അയച്ചുതരാം. അത് എനിക്ക് കുഴപ്പമില്ല. അത് ആർട്ടാണ്. ആ ക്യാരക്ടർ ഉണ്ട്. അവർക്കൊരു ക്യാരക്ടർ ഉണ്ട്. അവര് നല്ല ഡാൻസറാണ്. ഞാൻ അന്ന് ആ ഡ്രാമയുടെ കേസ് പറഞ്ഞില്ലേ, ഡാൻസ് കളിയൊന്നും ഇല്ല. എന്നാലും അന്ന് ഞാനൊരു ഡ്രാമയുടെ എനിക്കിപ്പോ എനിക്ക് ആളെ അറിയാം വ്യക്തമായി. അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ കൊച്ചിന് ഞാൻ അത് അയക്കാമേ. ചേട്ടൻ എന്താണ് പ്രശ്നം? ഫോട്ടോ ഇല്ലടേ, മനസ്സിലൊന്ന് ഉറപ്പിക്കണം. കഥാപാത്രമാകുമ്പോഴേ ഇപ്പോഴേ കഥാപാത്രമായിട്ട് മാറിയെന്ന് തോന്നുന്നു. കൂടെ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ മേടിക്കാന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസിലാണ്. എന്താണ് ഏട്ടാ സത്യം പറയാലോ, നല്ലതും നടക്കും തന്നെയാ. നടക്കും.
ഷൂട്ടിങ്ങിന് വരും, റൂമിൽ നടന്നു വരും, തിരിച്ച് നടന്നു. ഇവരെ കാര്യത്തിലെല്ലാം നടക്കുമെങ്കിൽ അവരടുത്തേക്ക് നടക്കും, എവരടുത്ത് നിന്ന് നടന്നു പോകും. നമ്മളൊക്കെ നോക്കു കുത്തിയാണ്. എടാ ഇപ്പത്തെ പിള്ളേര് നമ്മള് പഴയ പരിപാടി പിള്ളേരെല്ലാം ബോൾഡാണ്. പോരാത്തന്നെ മീറ്റ് മറ്റേ മറിച്ച് ഈ മീറ്റ് ഒന്നും നിങ്ങൾക്കില്ലേ? ഞങ്ങൾക്ക് നമുക്ക് ഞാൻ പറയണ്ട ഇത് എല്ലായിടത്തും ഉണ്ട്. ഇത് നമുക്ക് എപ്പോഴാ വരുന്നത് അറിയത്തില്ല. ഞാനിത് അയച്ചിട്ടുണ്ടേ. ഞാൻ നോക്കിക്കോളാം. ഇവര് എത്ര വയസ്സുണ്ട്? അവർക്ക് ഈ ക്യാരക്ടറിന് ആപ്റ്റാണ്. അവർ 40-40 വയസ്സിന് താഴെ. സാരി കൊടുത്ത ഫോട്ടോസ് ഉണ്ടോ? അത് ഞാൻ വിളിച്ചു പറയാം. ഇതിനകത്ത് ഉള്ളതാണ് അയച്ചത്. ചുമ്മാ ഈ മൊബൈലിലേ ഇവരുടെ ഒന്നാമത് എനിക്ക് ഫോണും ഒരു സുഖമില്ല. കുറച്ചുകൂടെ നല്ല ഫോണിൽ ഐഫോണൊക്കെ ഉണ്ടെങ്കിൽ അതിലെടുത്തൊന്ന് അയക്കാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഞാൻ അയപ്പിക്കാം. നീ അവരെ സാരി അഴിച്ച് ചുരിദാർ മാത്രം അവസ്ഥയിലേക്ക് എത്തിച്ചു. എന്റെ നമ്പർ എങ്ങനെ കിട്ടിയത്? ശൈലജയുടെ വാങ്ങിച്ചു. എനിക്കറിയായിരുന്നു പോലീസിലാണെന്ന് അറിയായിരുന്നു. എത്രയായി ഇവിടെ ഇങ്ങോട്ട് മാറി? ഞാനിപ്പോ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് ഏകദേശം ഒരു 7 മാസമായിരിക്കും. ലക്ഷ്മി ടെൻഷൻ അടിക്കണ്ട, ഞാൻ വിളിച്ചല്ലോ സ്റ്റേഷൻ. പിന്നെ പറ ശരി. സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. അവളുടെ പേരെന്ന് പറഞ്ഞ പാര. അവരെ വിട്ടു. കേസൊന്നുമില്ല. മറ്റേ ഈ ഹനുമാൻ സേനക്കാരില്ലേ, അവർ സ്റ്റേഷൻ വളഞ്ഞ് നിൽപ്പുണ്ട്. ഇവരെ പുറത്തിറക്കി അപ്പം അടിയാണ്. അപ്പം അതുകൊണ്ട് അവരുടെ ഒരു സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് അകത്ത് പിടിച്ച് നിർത്തിയതാണ്. കിട്ടും. ഇവരുടെ ഫോണൊക്കെ വാങ്ങി വെച്ചത് മറ്റേ ഈ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ലക്ഷ്മി ടെൻഷൻ ഒന്നും അടിക്കണ്ട, അവളിപ്പോ വീട്ടിൽ എത്തിക്കുന്നു. ഹലോ,
അയ്യോ ഈ പ്രേമം എന്നൊക്കെ പറയുന്ന ഒരു ഒരു എലമെന്റ് വരുന്ന സമയത്ത് നമ്മൾ ഈ അല്ല ഉദാഹരണമായിട്ട് ഞാൻ പറയുള്ളൂ സെക്സ് നമ്മളുടെ ഇവിടെയുള്ള നമ്മൾ കാണുന്ന ഒന്നിനെ സെക്സ് എന്ന് വിളിക്കാൻ പറ്റും. ശരിക്കും സെക്സ് എന്ന് വിളിക്കാൻ അർഹതയുള്ള സെക്സ് ആണോ? അത് എനിക്ക് ചേട്ടൻ പറഞ്ഞത് എനിക്ക് യോജിപ്പാണ്. ഒന്നാമത് ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ ലൈംഗിക ദാരിദ്ര്യമാണ്. അപ്പം എനിക്കറിയത്തില്ല നേരെ രൂപ ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് ഇവിടെ നമ്മുടെ കൂടെ തന്നെ. സെക്സ് ആയാലും പ്രണയമായാലും ഒക്കെ അതിലൊരു വല്ലാത്തൊരു തരം മെഡിറ്റേഷൻ ഉണ്ട് ജീവൻ. ഉണ്ട്. ഞാൻ അതൊരു ധ്യാനമാണ്. ഇത് നമ്മളെ ഇവിടെ ഈ കാണുന്ന എനിക്ക് തോന്നുന്നത് ഇവിടെ നടക്കുന്നത് ഒരു തരം ഒരു സെക്സ് എന്ന് പറഞ്ഞിട്ട് ദാമ്പത്യത്തിൽ പോലും നടക്കുന്ന ഒരു തരം പ്രോസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയല്ലല്ലോ. ഈ സെക്സ് എന്ന് പറയുന്നത് പ്രണയമുണ്ട്, പ്രണയം എന്ന് പറയുന്നതിലും സെക്സ് ഉണ്ട്. വേറെ പ്രണയത്തിന്റെ ആഘോഷം അത് പിന്നെ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ അത് നടക്കുന്നുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. നടക്കുന്നില്ല, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ അത് നടക്കുന്നില്ല. നമ്മളുടെ ഒരു ഭാരതീയമായിട്ടുള്ള ഒരു പ്രണയ സങ്കല്പം, ഒരു എന്താ പറയുക രതി സങ്കല്പം നമ്മളുടെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അത് വളരെ അതിൻ്റെ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അതിൽ ഈ ശില്പങ്ങളിലൊക്കെ ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അത് ആ മെഡിറ്റേഷനാണ് വാസ്തവത്തിൽ. ശാരീരിക വീഴ്ച ചുരുക്കി. അതെ, എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ഈ ചേട്ടൻ പറഞ്ഞൊരു ആസ്പെക്ട് ഉണ്ട് അതിൻ്റെ അകത്ത്. അത് അങ്ങനെയായിരുന്നു വേണ്ടത്. പക്ഷേ ഈ നമ്മുടെ ഈ സാമൂഹ്യ വളർച്ച എന്നൊക്കെ പറഞ്ഞതിൻ്റെ അകത്ത് ഈ മിഷണറിമാരുടെ വരവും ഇതെല്ലാമാണ് ഈ ഭയങ്കര നമ്മളെ ഇപ്പം എന്നാ പറയുക സ്വയംഭവം ചെയ്യുന്ന ഭാവമാണ് ആണോ അടിക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു സമയത്ത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അല്ല ഈ വിക്ടോറിയൻ അഡാപ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പ്രണയത്തിന്റെയും സെക്സിന്റെയും ഒക്കെ ആ ഒരു എന്താ പറയാ ആ ഒരു സൂക്ഷ്മമായിട്ടുള്ള ആസ്വാദന തരം. എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എവിടെയെങ്കിലും നിയന്ത്രിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. നിയന്ത്രിക്കപ്പെടുന്നില്ല. നീ പിടിച്ചു വെക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത്. ഞാൻ നോക്കുമ്പോൾ സ്വയംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആഘോഷമല്ല. ഞാൻ പറയുന്നത് അത് അത്തരത്തിലുള്ള ഒരു എന്താ പറയാ ആ ഒരു മെഡിറ്റേറ്റീവ് ലവ് അല്ലെങ്കിൽ ഒരു മെഡിറ്റേറ്റീവ് സെക്സ് അല്ല ഈ പറയുന്ന ഈ സബ്ജക്റ്റിനകത്തുള്ളത്. ഇത് ഈ പറഞ്ഞ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ചുംബിക്കുക അതൊക്കെ വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു ധ്യാനം. പക്ഷേ ഈ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ചുംബന സമരം നടക്കുന്ന സമയത്ത് ഞാൻ ആ സ്പോട്ടിലുണ്ടായിരുന്ന ആളാണ്. സത്യം പറഞ്ഞ സഹിക്കാൻ പറ്റൂല. അമ്മാതിരി ചുംബനം എന്ന് പറയുന്നത് പോക്രിത്തരം അല്ല. ഓക്കെ, സമ്മതിച്ചു ചേട്ടാ. ചുംബനം എന്ന് പറയുന്നത് ചേട്ടൻ പറഞ്ഞ തന്നെ സ്വകാര്യതയിൽ സംഭവിക്കേണ്ട ഒന്നാണ്. അതിനെ ഒരു സമരമുറയാക്കിയത് തന്നെ എനിക്ക് തന്നെ വിയോജിപ്പുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് അതിന്റെ ഒരു പബ്ലിസിറ്റി, അതിന്റെ ഒരു മാർക്കറ്റിങ്. ഇപ്പൊ ചേട്ടന്റെ കഥാപാത്രമില്ലേ സിനിമയിലെ കഥാപാത്രം, അതിന് ഈ ചേട്ടൻ പറഞ്ഞ ഷെയ്ഡാ ഉള്ളത്. രതിയിലും ഒക്കെയുള്ള ഒരു ആത്മീയതയും ഒക്കെയുള്ള 21 20-21 അങ്ങനെയുണ്ട്. ഇതൊക്കെ പിള്ളേർ 21 വയസ്സുള്ള കൊച്ചിനോട് പറഞ്ഞാൽ ചിലപ്പോ അടി കിട്ടുമോ തൊടി കിട്ടുമോ എന്നുള്ള അറിയത്തില്ല. കൊച്ചു പിള്ള അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും. ചേട്ടാ നമുക്ക് എന്താ പറയാ അതൊക്കെ ഓക്കെ തമാശയൊക്കെ നമുക്ക് ഇത് സിനിമ നടക്കാന്നുള്ളതാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇതിനെ നമ്മളൊരു ലെവലിൽ കൊണ്ട് എത്തിക്കുക. അത് അക്കാഡമിക് രീതിയിലും അതിൻ്റെ ഒരു വാണിജ്യ നമ്മൾ സാറ്റലൈറ്റ് ഒക്കെ സംസാരിക്കാൻ ആൾക്കാരുണ്ട് നമുക്ക്. ഞാൻ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടാണ് ഒരു പ്രോജക്റ്റിലേക്ക് തന്നെ ഇറക്കുന്നത്. അല്ല നമുക്ക് എവിടെയെങ്കിലും കുറേ പൈസയും കൊണ്ട് ഇറക്കി ആരെങ്കിലും ഇതാക്കുക അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല. നമ്മളതിനെ ഒരിക്കലും തുനിഞ്ഞിറങ്ങിയിട്ടില്ല. അത് ഇന്ന രീതിയിൽ ഇത് വിൽക്കും. അല്ല സിനിമയിൽ നീ ഇപ്പോൾ സംശുദ്ധനാണെങ്കിലും നടക്കുമോ കിട്ടിയിട്ട് നമ്മളിങ്ങനെ വന്നു പോയോണ്ട് ചെയ്യാൻ പറ്റാതെ ഇവിടെ വന്നോണ്ടേ അല്ല പുള്ളിക്ക് നീ ഇതില്ലാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ല. കെട്ടിടത്തിന്റെ ആകർഷണം
പോയി അല്ലേ? ചെരുപ്പ് പൊട്ടി. ഇത് രസമല്ലേ? നമുക്കൊരു യാത്ര പോകണം. നാളെ എടുക്കണം. സത്യം പറഞ്ഞാലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൻ്റെ ഭാര്യയൊക്കെ അറ്റം ചരക്ക. ഈ കോളേജിൽ പഠിക്കുന്ന സമയത്തേ അവിടുത്തെ US സെക്രട്ടറി കൊണ്ടായിരുന്നു. അങ്ങനെ അടിച്ചെടുത്തേ. ഈ പ്രേമത്തിന് കണ്ണില്ലെന്നൊക്കെ പറഞ്ഞത് എക്സിക്യൂഷൻ സ്കില്ലൊക്കെ അതൊക്കെ ഉണ്ട്. പിന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ കുറച്ചാൾ മുമ്പാണ് ഇവനെ ഈ അനാഥ പിള്ളേരെയൊക്കെ വെച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററിയോ ഒരു ഷോർട്ട് ഫിലിമോ അങ്ങനെ കണ്ട ചെയ്തിട്ട് കൊടുക്കാൻ. അതിലൊരു പെണ്ണ് ഗർഭിണിയാണ്. പിന്നീട് എന്തോ പൈസ കൊടുത്ത് വിളിക്കുന്നൊക്കെയാണ് അറിഞ്ഞത്. ആളുകൾ പറഞ്ഞു എനിക്കറിയില്ല. നമ്മളെ വില കൂടുന്നില്ലേ? അങ്ങനെയൊന്നും വരില്ല. സമാധാനമായില്ലേ? ചെത്തിക്കാമനകളൊക്കെ നാട്ടിൽ തീർക്കും. നിങ്ങള് വേറെ ലെവല് മനുഷ്യരാണ്. ഒരു മണിക്കൂർ ഡൺ. സ്വയംഭനാണെന്നാ തോന്നുന്നേ. സ്വയംഭം സാധനമാണെന്നാ തോന്നുന്നേ. എല്ലാം സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നതില്ലേ. ഞാൻ ഇങ്ങോട്ട് പോരുക എന്നുള്ള നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വരുകയാണ്. അപ്പൊ നാട്ടില് കശുമാവിന്റെ പാട്ടായത് ഇപ്പോഴോ? പിന്നെ നാടുള്ള അടപ്പ് തുറന്നപ്പോഴൊന്നും ഇത് വെള്ളം ഒഴിക്കാതെയാണ് കഴിക്കേണ്ടത്. ഇനി തീരെ പറ്റുന്നുണ്ടെങ്കിലേ കഴിച്ചിട്ട് അപ്പം തന്നെ ശകലം വെള്ളം കുടിച്ചാൽ മതി. വെള്ളം ഒഴിച്ചാൽ ഞാൻ ഇത് പോയി. ഞാൻ എന്തായാലും വെള്ളം ഒഴിക്കില്ല. വെള്ളം ഒഴിക്കണ്ട. ഞാൻ കുറച്ചുകൂടി നല്ല കഴിച്ച സ്പെഷ്യലാണ്. കുറച്ച് കൂടുതലാണ്. വെള്ളം ഒഴിക്കണ്ടെന്നോ? വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പോകും. വെള്ളം വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ഒരു പിടി ഇവിടെ ഇതിൻ്റെ ഒന്നും ശുദ്ധി കളയാതെ കഴിക്കും. പോയ വഴി അറിയുന്നുണ്ട് മോനെ. നമ്മൾ പ്രത്യേകമായിട്ട് മാറ്റാൻ പറഞ്ഞ, അതായത് കുറച്ച് അമ്മമാരുടെ കുറച്ച് പച്ചമരുന്ന് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങാടി മരുന്ന് ഇതിലോ? ആ ഒരു സ്മൂത്ത് സ്മെല്ലല്ലേ. അവിടെ അമ്മമാരെ ഈ സ്ഥിരം മാറ്റുന്ന കുറച്ച് ടീംസ് ഉണ്ട്. പക്ഷെ അത് ഈ തൈലം അതുകൊണ്ടൊന്നും കൊണ്ടുവന്നാലേ ഇത് കൊള്ളാണ്ടോ? നമ്മളിവിടെ വന്ന് കൂടുമ്പോൾ ഈ മറ്റേ കാണിച്ച സാധനം മേടിച്ചടിച്ചാൽ എന്നാ കഴിക്കാൻ?
സത്യം സത്യം സത്യം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനം വെച്ച് മാറ്റുന്നല്ലേ, അതാണ് നല്ലത്. ഇതിനൊക്കെ നമ്മളെ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത്. തീർച്ചയായിട്ടും. ഇതിപ്പം കശുമാങ്ങ മാത്രമല്ലല്ലോ, എന്തെല്ലാം സാധനം വെച്ച് മാറ്റാം അല്ലേ. ഓരോ പ്രാദേശികമായിട്ട് വാറ്റ് പ്രൊഫഷണൽ ആയിട്ട് ഗവൺമെന്റ് അല്ല തീർച്ചയായിട്ടും. ഇവിടെ കേരളത്തിൽ പിന്നെ പ്രൊഡക്ഷൻ ഇല്ല, വരുമാനം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഇത് തന്നെ ചെയ്യാന്നുള്ള കാര്യം. ജിയോ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യം, ഈ കിസ് ഓഫ് ലവിൻ്റെ കാര്യം, അത് മഹാബോറിന് ഏർപ്പാടാണ്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും അതിനോട് ചേരാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു, ഇതൊക്കെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമല്ലേ. ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് ചെയ്യേണ്ട കാര്യം. അതിൽ നിനക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അതൊരു ഓട്ടേ കിടന്ന് ചെയ്യേണ്ട സാധനമാണ്. അല്ല കേൾക്ക്, ഞാൻ 20 വർഷം എൻ്റെ ഭാര്യയെ വിട്ടുപോയിട്ട് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മളാണ് ഈ സ്ത്രീകളുടെ ഈ ഫ്രസ്ട്രേഷനെ ഇങ്ങനെ ആദർശവൽക്കരിച്ച് നീ കയറി പോരെ. അടിക്കാ മോളകത്ത് വരും. കൊള്ളാം കേട്ടാ. ഞാൻ വിചാരിച്ച് ഇത് പ്രായമുള്ള ആരെങ്കിലായിരിക്കും. നമ്മളൊരു കാര്യമായിട്ടല്ലേ, അത് ഇതാണേലും അതാണേലും സംഗതി ഏറ്റല്ല ഏറ്റതാ. സമ്മതിച്ചു. സമ്മതിച്ചു. എന്താടാ ഓക്കെ അല്ലേ കാര്യങ്ങളൊക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഏയ് പിന്നെ പരിപാടി കഴിഞ്ഞാൽ വിളിച്ചാൽ മതി. അടിയടാ ഒന്നുമില്ല. കാരണം നിനക്ക് അവിടെ കിട്ടുന്ന സാധനമല്ലേ, വേറെ ഐറ്റമാണ്. എനിക്ക് വെള്ളം ഒഴിച്ചു വേറെ കുഴപ്പമില്ല. സോറി, കുഴപ്പമില്ല. എൻ്റെ അല്ലേ? അത് കഴിഞ്ഞിട്ട് ആണെങ്കിൽ വെള്ളം ഒഴിക്കാൻ ഒരെണ്ണം ഒഴിച്ചു. ഫ്രഷാണ് കേട്ടോ. ആ നീ ഒരെണ്ണം അടിക്കുന്നുണ്ടോ? ചെറിയ പരിപാടിയുണ്ട്, ഞാൻ പോകും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ല. ഇപ്പോൾ ശരി, വെള്ളം ഒഴിക്കാൻ ഒരെണ്ണം അടിച്ചോ. ഒന്നും വേണ്ട, എന്നാ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. എവിടെ നോപ്പിച്ചെടുക്കുന്നതേ? ഞാൻ പറഞ്ഞില്ലേ ഇവനെന്താ ആകെ, ഇവനെന്താ പ്രശ്നം? എളിമ കൊള്ളുന്ന അടിക്ക് അടിക്ക്. ആ എന്താ ഈ ചെല്ലടേ ഓ ഒന്ന് വിട്ടിട്ടു. വേണ്ട, ശരിയാവില്ല. ഒന്നുകൂടി വിട്ടിട്ട് കൊടും. ഇത് ഫിനിഷ് കേട്ടോ. വേണ്ട വേണ്ട. അതെ, നീ ആദ്യം അങ്ങ് ചെല്ലും. എനിക്ക് ഇത്തിരി സമയമൊക്കെ വേണം. ഞാനൊരു മയത്തിലൊക്കെ ഇടപെടും കേട്ടോ. അവിടെ എനിക്ക് ധ്യാനിക്കണം. കേട്ടോ ചെയ്യോ? ഇവനൊരു ശുദ്ധനാണ്. എനിക്കറിയാം. ഇവനാ നേരത്തെ ഒരു ടീച്ചർ കാര്യം പറഞ്ഞില്ലേ, ഒരുപാട് കാലമായി ഇവരുടെ വാലയിൽ തൂങ്ങി നടക്കും. എനിക്ക് തോന്നുന്നില്ല ഇവനൊന്നും കിട്ടിയിട്ടില്ല. ഇവന് കിട്ടത്തുമില്ല. ഇവനത് ഒപ്പിച്ചെടുക്കാറ്. നല്ല സാധനം ഫോട്ടോ നേരിട്ട് ആളൊക്കെ കിടിലൻ സംഭവം തന്നെ. പക്ഷെ ഇവനെ കൊണ്ട് പറ്റിയ പ്രൊമോട്ട് ചെയ്ത് നടക്കുന്നു. സ്വപ്നം കാണുകയല്ലേ.
അത് വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവും. ഇവനിങ്ങനെ കൊത്തണ്ടാൻ വരും അല്ലേ? ഇങ്ങനെ കൊത്തേണ്ടി വരും. ഞാനെല്ലാം പൈസ മുടക്കുന്ന കാര്യം ആ ടീച്ചർ അറിയണ്ട. അവള് സമ്മതിക്കൂല. അവളൊരു പാവമാണ്. ഇപ്പോഴുള്ള ബന്ധം അത് കുറച്ചാളൂടെ ഉണ്ടാവുള്ളൂ. അവര് തമ്മിലൊന്നും നടക്കണമെന്നില്ല. അവളുടെ മോളുടെ കല്യാണം ഉണ്ട്, അതുവരെ ഉണ്ടാവുള്ളൂ. നാട്ടുകാരെ ബോധ്യപ്പെടുത്തട്ടെ. കഴിക്കുന്നില്ലേ? കഴിക്കണം, കഴിഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ കാണുന്നില്ല, കുറേ ആയി. പെണ്ണുങ്ങളടുത്ത് ഇത്രയും വെറുപ്പുള്ളൊരു മനുഷ്യൻ. 2 എണ്ണം കഴിച്ചാണ്. ആദ്യത്തേലൊരു മോളുണ്ട്, അതുമായിട്ടും ചേരൂല. വൈജുവേ വാ. വന്നു. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഡയറക്ടർ ഇല്ലേ, അഭിനയം പഠിപ്പി. ഞങ്ങളേതായാലും പോവാ. നമുക്ക് ഒരുമിച്ച് അല്ല, എനിക്കും പോകണം. എനിക്കും പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട്. എനിക്കും തിരക്കുണ്ട്. ചെറുക്കനെ വിളിച്ചേ നല്ലൊരു ദിവസമായിട്ട് നിങ്ങളൊക്കെ ഇല്ലേ? മനസ്സിലായി. ഭാവനയൊക്കെ ഒന്ന് ഉണരട്ടോ. എല്ലാ ദിവസവും ഒരേ ചായ കുടിച്ചാൽ എന്താണ് ഒരു ത്രില്ല്? എട്ടയ്ക്ക് കാപ്പിക്കാം അത്താണ്. പോടാ. അപ്പൊ ശരി. അപ്പൊ കേട്ടോ, അതെ നമുക്കൊരു ഏപ്രിൽ റിലീസ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ജനുവരി തീർത്താലേ നമുക്ക് എന്തായാലും ജിയോ നമ്മൾ വർക്ക് ചെയ്യും. അതൊരു പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയാല് പത്തിലാണെങ്കിലേ നമുക്ക് തുടങ്ങണം. അതെ,
എത്ര പ്രാവശ്യം വിളിച്ചു ഒന്ന് ഫോൺ എടുക്കാൻ? ഞാൻ ഓഫീസിലല്ലേ, എൻ്റെ സമയത്തിന് എന്താ വിലയൊന്നുമില്ലേ? അത്യാവശ്യത്തിനല്ലേ വിളിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് പോലും തോന്നാറില്ല. എന്തിനാ വിളിച്ചേ? പറയാം. ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട്, കഞ്ഞിയും കറിയൊക്കെ വെക്കാൻ മതി. ഞാനൊരു വയ്യായിക, തലകറക്കമൊക്കെ തോന്നുന്നു. അതുപോലെ പ്രഷർ വേരിയേഷനായിരിക്കും. അതിനാണോ എന്നെ ഈ വിളി മുഖം വിളിച്ച് ഇവിടേക്ക് എത്തിച്ചത്? ഇന്ന് പരിങ്ങാണ്ട് കാര്യം പറ ചേട്ടാ. ബ്ലീഡിങ് ഉണ്ടാവും. നീ അത് വേറെ രീതിയിലൊന്നും എടുക്കരുത്. ആ പ്രൊഡ്യൂസർമാർ വന്നപ്പോൾ അവരോട് വന്നാവോ അവിടെ. എന്നിട്ട് പ്രൊഡ്യൂസർമാരെവിടെ? അവർ പോയി. നിങ്ങളെന്തിനാ അവിടെ കാവലിരിക്കുന്നു? കാവലിരിക്കണമൊന്നുമല്ല. ഈ കാലം മുഴുവൻ സിനിമ എന്ന് പറഞ്ഞ് ഇതിനു വേണ്ടി നടന്നാണ് നിങ്ങൾ. നാട്ടുകാർ പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുവരെ ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല. ഞാനിപ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുക, ഞാൻ ഇതിന് മിണ്ടാണ്ടിരിക്കണേ. എന്ത് കണ്ടെന്ന്? അങ്ങനെയാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കോ? സിനിമ എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിറക്കുമ്പോഴേ ഇന്നേവരെ നിങ്ങളോട് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ബുദ്ധിമുട്ടിച്ചുണ്ടോ വീട്ടിൽ നല്ല കാര്യം പറഞ്ഞ്? ആ കുട്ടിയുടെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എങ്ങനെ ഞാനും ആ കുട്ടിയെ കൂടി നട്ടം തിരിയുന്നത് നിങ്ങൾ അറിയാറുണ്ടോ? അന്വേഷിക്കാറുണ്ടോ? നാട്ടുകാരിയൊക്കെ നമ്മൾ പേടിയുണ്ടല്ലേ നിങ്ങൾക്കപ്പോ? ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാനിത്, ഞാൻ ഒട്ടും വിശ്വസിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എന്നെ തന്നെ സഹായത്തിന് വിളിച്ചിരിക്കുന്നു. കണ്ട ദേവടിച്ചാന്റെ പുറകെ നടക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് എന്റെ കൊച്ചിന്റെ കാര്യം നോക്കാൻ നന്നായിട്ട് അറിയാം. എനിക്കൊരു ജോലിയുണ്ട്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അമ്മോ അമ്മോ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ഉദ്ദേശമില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. കണ്ട നാടിയ പണിക്ക് എന്നെ കിട്ടില്ല. അതന്നെ ഞാനും ചോദിക്കുന്നത്. ഇത്തിരി ഉൾപ്പെടുന്നത് നിങ്ങൾക്ക് എന്നെ തന്നെ വിളിക്കാൻ. ബ്രോക്കറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ബ്രോക്കറെ വിളിച്ച് വരുത്തിയിരിക്കുന്നു ഇത്ര. ആ വയ്യാത്ത കൊച്ചിനെ ഞാനിപ്പോ വീട്ടിൽ കൊണ്ടാക്കണം. ആ വീട്ടുകാരോട് ഞാനിത് പറയും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നീ സഹായിക്കും. നീ ഈ പ്രാവശ്യം എന്നോടൊന്ന് ക്ഷമിക്കും. എനിക്ക് എന്റെ മിസ്റ്റേക്കാണ്, ഞാൻ സമ്മതിക്കുന്നു. പ്ലീസ്. ആണെങ്കിൽ ചെവിയും കേൾക്കത്തില്ല, വർത്താനവും പറയത്തില്ല. അതിനാണ് ഈ പരുവത്തിലാക്കിയിട്ടിരിക്കുന്നത്. അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ കൂടെ വരാം. വേറൊരു കാര്യത്തിന് തന്നെ വിളിച്ചേക്കരുത്. എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്റെ കൊച്ചിനെ നോക്കുന്നത്. എനിക്ക് അതും കൂടി കളയാൻ പറ്റത്തില്ല. മനസ്സിലായോ? നീ ഇതൊന്നും ആശുപത്രിയിലെ ഉടനെ എത്തിച്ചിട്ട് നീ എന്താണാ ചെയ്തത്? ഒന്ന് വാ. നീ ഒന്ന് വാ.
നിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ? നിങ്ങളുടെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ഇത്ര നേരം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പുറത്തേക്കാണ് പോയി കാണും ഇറങ്ങി. ഞാൻ അവിടെ ഇരിക്കല്ലോ, പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങി പോകുന്നു. ഇതാണ് ഇത് അവളെ ചെരുപ്പ് കിടക്കുന്നു. അത് എന്റെ ചെരുപ്പാ മനുഷ്യ. അതിന്റെ പേരെന്താ? അമ്മോ, അമ്മോ, അമ്മോ. കുട്ടി എവിടെ പോയി? അവിടെ അങ്ങനെ കാണും. അമ്മോ, അമ്മോ, കുട്ടിയെ കാണാനില്ല. ഒന്ന് വന്ന് നോക്ക് മനുഷ്യ. അമ്മോ, മോളെ, അമ്മോ. അമ്മോ, കണ്ടോ? എന്റെ മോളെ കാണാൻ ഇതെല്ലാം നിങ്ങളൊരാളെ കാര്യമാ. ഒറ്റയാള് കാരണം ആ പേഴ്ച പെണ്ണിനെ കൊച്ചിനെ കൊണ്ട് പോയി കാണും. നീ സമാധാനപ്പെടാ, ബീച്ചിലെങ്ങാനും കാണും. വാ നോക്കാം. അമ്മോ, അയ്യോ, അവിടെ കൊണ്ട് അങ്ങനെ പോയാലെങ്കിൽ ബാഗ് ഇവിടെ വെച്ചിട്ട് പോയതായിരിക്കും. മോളെ, അമ്മോ, 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 മോളെ, അമ്മോ, 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 അതെ, അമ്മോ. ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുന്നത് കേട്ടോ. ഒരു കുട്ടി നടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ പോയിട്ടുണ്ടാവോ? മോളെ കാണാനല്ലോ, ഒന്ന് സഹായിക്കോ നോക്കാൻ? പോയതായിരിക്കും. നോക്കാം, അങ്ങോട്ട് പോകാം. അമ്മോ, മോളെ,
പറയാതെ ഇങ്ങോട്ടേക്ക് എന്തിനാ വന്നേ? പറയാതെ പോകുന്നു. അറിയാണ്ട് പോയിട്ട് പറഞ്ഞിട്ട്. ഞാൻ കൊടുത്തിട്ട്